ധാരാളം നാം നമ്മുടെ കൺമുൻപിൽ നേർക്കാഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലവിധത്തിലുള്ള മരണത്തെ നാം കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മരണത്തെ വിവക്ഷിക്കുമ്പോൾ 3 മരണത്തെ സംബന്ധിച്ചാണ് ബൈബിളിന്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യനെ നാം പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പേരിന് ഒരു പര്യായ പദമായി നാം മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ് മർത്യൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മരണത്തിന് വിധേയനായവൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് മരണമുണ്ട്, സുനിശ്ചിതമാണ്. മരിക്കും എന്നുള്ളത് നിശ്ചയമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കും എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ദൂരെ വീടുകളിലിരുന്ന്, കടത്തുണ്ടകളിലിരുന്ന്, മറ്റു സ്ഥലങ്ങളിലിരുന്ന് ഈ ശബ്ദവാസനയുടെ ശ്രവണ സഹായത്തോടെ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, നിങ്ങളും മരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്, യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു വസ്തുത മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് മരിക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ മരിക്കുമെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിന്റെ തണുത്ത കരങ്ങൾ എല്ലാ മനുഷ്യരെയും അത് സ്പർശിക്കുവാനിടയായി തീരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരണം മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കേണ്ടി വരുന്നത്? അനവധി ആളുകൾ മരണത്തെ സ്വയം തെരഞ്ഞെടുക്കുന്നവരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഭവനത്തിലെ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നിങ്ങളും വായിക്കുവാനിടയായതാണ്. തന്റെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സും 8 വയസ്സും 11 വയസ്സും മാത്രമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി അവരെ അരുങ്കല ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് ഈ മാതാപിതാക്കൾ വിഷം കഴിച്ചു. മരിച്ചത് അപ്പനും അമ്മയും മാത്രമാണ്. ദൈവം ആ കുഞ്ഞുങ്ങളോട് കരുണ കാണിപ്പാനിടയായി. ഇതുപോലെ മനുഷ്യൻ സ്വയം വരുത്തി വയ്ക്കുന്ന മരണവും അതുപോലെ തന്നെ അല്ലാതെയുള്ള മരണങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ഒരു മരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളത് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. മറിച്ച് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മരണത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മരണം എന്നുള്ളത് ശാരീരികമായ മരണമുള്ളതുപോലെ ഒരാത്മീകമായ മരണം മനുഷ്യന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആത്മീകമായ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. ഏക മനുഷ്യനായ ആദാമിലൂടെ, ആദ്യപിതാവായ ആദാമിലൂടെ മാനവരാശിയിലേക്ക് മുഴുവൻ മരണം പരന്നിരിക്കുക. ഈ മരണത്തെ സംബന്ധിച്ചാണ് ആത്മീക മരണം എന്നുള്ളത് ബൈബിൾ ഓർമ്മിപ്പിക്കുവാനിടയാകുന്നത്. എല്ലാവരും മരിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അപ്പോൾ ആത്മീകമായി മരിച്ചവരായി മനുഷ്യരെല്ലാം ഭൂമിയിലേക്ക് ജനിച്ചിരിക്കുക. രണ്ടാമത്തെ മരണമാണ് നാം ശാരീരികമായ മരണം എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ശരീരത്തിൽ നിന്ന് പ്രാണൻ, ആത്മാവ് വേർപെട്ടു പോകുന്നതിനെയാണ് മരണം എന്നുള്ളത് കൊണ്ട്, ശാരീരിക മരണം എന്നുള്ളത് കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയട്ടെ. ഈ വേദവാക്യത്തിൽ ഓർമ്മിപ്പിച്ച മറ്റൊരു മരണത്തെ സംബന്ധിച്ച് മറ്റൊരു പദപ്രയോഗം കൊണ്ടാണെങ്കിലും അത് ഒരു മരണമാണ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും എന്നുള്ളതാണ്. ഈ ന്യായവതിയെ സംബന്ധിച്ചും ബൈബിൾ വെളിപ്പെടുത്തുന്നത് മരണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് 2ാം മരണം. ഒരു ന്യായവതിയെ കുറിച്ചാണ് അവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ഈ ന്യായവതി ഒരു മരണമാണെന്നുള്ളതാണ് ബൈബിൾ അവിടെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ 3 നിലയിലുള്ള മരണം മനുഷ്യനുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, മനുഷ്യനൊരു മരണമുണ്ട് എന്ന് പറയുമ്പോൾ ശാരീരികമായ മരണമുള്ളത് പോലെ ഭയാനകരമായ ഒരു അന്ത്യ മരണം അഥവാ ഒരു ന്യായവതി മനുഷ്യനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുവാനിടയാകുന്നത്? പല നിലയിലുള്ള കാരണങ്ങൾ ഇന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. മനുഷ്യൻ മരിക്കുവാനുള്ള കാരണമെന്താ? ശാസ്ത്രത്തോട് ചോദിച്ചാൽ ശാസ്ത്രം ചില കാര്യങ്ങളൊക്കെ അവരുടെ ചിന്താഗതികളൊക്കെ പറയുവാനിടയാകും മരണത്തെ സംബന്ധിച്ച്.
ക്ലിനിക്കൽ ഡെത്ത് എന്നും സയന്റിഫിക്കൽ ഡെത്ത് എന്നോ അല്ലെങ്കിൽ അതുപോലെ ബ്രെയിൻ ഡെത്ത് എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന പലതരത്തിലുള്ള മരണങ്ങളെ കുറിച്ച് അവർക്ക് പറയുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് ഇന്നയോളം ആധികാരികമായി പറയുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വിശുദ്ധ ബൈബിളിന്റെ വേദസൂത്രം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുവാൻ ഇടയാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അഥവാ എന്തുകൊണ്ടാണ് മനുഷ്യന് ഒരു ന്യായവിധി ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും കൃത്യമായും ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉലകത്തിലുള്ളൂ. അതാണ് വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നതാണ് മനുഷ്യൻ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കണം? അതിന്റെ അർത്ഥം, അതിന്റെ കാരണം ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. പാപം നിമിത്തം മനുഷ്യൻ മരിക്കേണ്ടി വന്നു, പാപം നിമിത്തം മനുഷ്യൻ മരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് പാപികൾ, ആരാണ് പാപികൾ എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നവരാരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഈ ശബ്ദ ശ്രവണ സഹായിയുടെ പരിധിയിൽ ഞങ്ങൾ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, സകല മനുഷ്യരും ഒരുപോലെ പാപത്തിന്റെ അതിഭയാനകരമായ അടിമത്തത്തിൽ കിടക്കുക, എല്ലാവരും പാപികളാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കണം, ഇവിടെയുള്ള കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാപനും കുബേരനും കുചേലനും ജാതി വ്യത്യാസമില്ല, രാഷ്ട്ര വ്യത്യാസമില്ല, അത് വരുമ്പോഴൊന്നുമില്ലാതെ എല്ലായിടത്തുമുള്ള എല്ലാവരും ഒരുപോലെ പാപികളാണ്, സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ്. ഈ പാപത്തിന്റെ പരിണാമഫലമായി മാനവരാശിയിലേക്ക് മരണം പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പാപമാണ് അവന്റെ മരണത്തിന് കാരണമായി തീർന്നതെങ്കിൽ, മനുഷ്യൻ പാപിയായതുകൊണ്ട് അവൻ മരിക്കേണ്ടി വന്നു എങ്കിൽ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് പരിഹാരം ഉണ്ടാകാത്തിടത്തോളം അവന്റെ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് അവന് രക്ഷ നേടുക അസാധ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. മനുഷ്യൻ മരണത്തിന് വിധേയനാണ്. എല്ലായിടത്തുമുള്ള എല്ലാവരും മരിക്കും. മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണം റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപത്തിനൊരു കൂലിയുണ്ട്, പാപത്തിനൊരു ശമ്പളമുണ്ട്, അത് മരണമാ. ഈ പാപത്തിന്റെ ഭയാനകരമായ ശമ്പളമായ മരണശിക്ഷ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നുള്ളതാ. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് പാപി? അനേക ആളുകൾ ഇതുപോലെയുള്ള സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, എന്റെ സ്നേഹിതന്മാരെ, സാറുമാരെ, ഈ ആധുനിക യുഗത്തിൽ പാപമെന്നൊക്കെ പറയാൻ കൊള്ളാമോ? ശാസ്ത്ര നേട്ടത്തിന്റെ കൊടുമുടിയിൽ മനുഷ്യരെത്തപ്പെട്ടു നിൽക്കുന്നു. തന്റെ വിരൽത്തുമ്പ കൊണ്ട് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തീർക്കുന്ന ആധുനിക മനുഷ്യൻ, നാനോ ടെക്നോളജി എന്ന് പറയുന്ന